എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വിവിധ സേനയിൽ കോൺസ്റ്റബിൾ ആകാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC ആണ് ഇപ്പോൾ കോൺസ്റ്റബിൾ GD തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. എക്സാം വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓൺലൈൻ അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 14 എക്സാം വരുന്നത് 2025 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലായിരിക്കും. വുമൺ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. മലയാളത്തിനും പരീക്ഷ എഴുതാൻ കഴിയുന്നതായിരിക്കും. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, മെഡിക്കൽ എക്സാമിനേഷനൊക്കെ ഉണ്ടായിരിക്കും. ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. പേ ലെവൽ 1 ആണ് സെപോയി ഇൻ NCP പോസ്റ്റിൽ വരുന്നത്. അതായത് 18,000 മുതൽ 56,900 രൂപ വരെയാണ്. ബാക്കിയുള്ള എല്ലാ തസ്തികകളിലേക്കും 21,700 മുതൽ 69,100 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ഇനി വേക്കൻസി എത്രയാണെന്ന് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ആകെ 35,612 വേക്കൻസിയാണ് വരുന്നത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ നോക്കുകയാണെങ്കിൽ 39,481 വേക്കൻസി വരുന്നുണ്ട്. വേക്കൻസികൾ വരുന്നത് ഏതൊക്കെ ഫോഴ്സിലാണെന്ന് നോക്കിയാൽ BSF, CISF, CRPF, SSB, ITBP, AR, SSF, NCB ഫോഴ്സുകളിലാണ് ഇപ്പോൾ വേക്കൻസി ഉള്ളത്. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. 18 മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് ssc.gov.in എന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 14 അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ഇനി എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. കേരളത്തിൽ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിലായിരിക്കും എക്സാം നടക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു എക്സാം ബേസ്ഡ് ആണ് വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നതെന്ന് നോക്കാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, എലിമെൻ്ററി മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് വരുന്നത്. എക്സാം നമുക്ക് മലയാളത്തിലും എഴുതാനായിട്ട് കഴിയുന്നതായിരിക്കും. ഓരോ വിഷയത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ സൈറ്റിൽ ലഭിക്കും. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് എന്താണ് വരുന്നതെന്ന് നോക്കാം. റേസ് ആണ് വരുന്നത്, ഓട്ടമാണ് വരുന്നത്. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 24 മിനിറ്റിൽ 5 കിലോമീറ്ററും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 8.5 മിനിറ്റിൽ 1.6 കിലോമീറ്ററുമാണ് ഓടേണ്ടത്. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെ പറയുന്നുണ്ട്. ഹൈറ്റ് മെയിൽ ആണെന്നുണ്ടെങ്കിൽ 170 സെൻറ്റിമീറ്റർ, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 157 സെൻറ്റിമീറ്ററാണ് വരുന്നത്. എക്സാമിന് പോകുമ്പോഴത്തേക്കും അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് കൂടാതെ നിങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടുപോകേണ്ടത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നിങ്ങളുടെ ഒറിജിനൽ വാലിഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ ID, ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളൊരു വാലിഡ് ആയിട്ടുള്ള ID കാർഡും കൂടി കൊണ്ടുപോകേണ്ടതാണ്. എക്സാമ്പിൾ ആധാർ, വോട്ടേഴ്സ് ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വിവിധ സേനയിൽ കോൺസ്റ്റബിൾ ആകാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യത മാത്രം മതി. 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 14 അപേക്ഷിക്കേണ്ട സൈറ്റ് ssc.gov.in ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.